ഹായ് ഹലോ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മളൊരു ബോഡി കോമ്പോസിഷൻ അനാലിസിസ് ചെയ്ത് ആയുർവേദ ഡോക്ടറുടെ സപ്പോർട്ടോടുകൂടി നമുക്ക് ഇപ്പോൾ നമ്മുടെ എന്താണോ പ്രശ്നം അതിനുള്ള സൊല്യൂഷൻസ് ലഭിക്കുമെന്ന് പറഞ്ഞു. അതിൽ ഈ ഒരു ബോഡി ചെക്കപ്പിൽ നമുക്കിപ്പോൾ ഒന്നാമത് നമുക്ക് കിട്ടുന്നത് നമ്മുടെ പ്രായം, ഉയരം, നമ്മുടെ ഭാരം, ഇതൊക്കെ നമുക്കിങ്ങനെ കാണാനായിട്ട് സാധിക്കും. അതിലൊന്നാമത്തത് ബോഡി വെയ്റ്റ്, നമ്മുടെ ശരീരഭാരമാണ് പറയുന്നത്. ഈ ഭാരത്തിൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പോൾ നിലവിൽ ഭാരം കുറവാണോ കൂടുതലാണോ അമിതവണ്ണമാണോ അത് കറക്റ്റ് മനസ്സിലാക്കാം. ഇപ്പം നീലയാണെങ്കിൽ അത് കുറവിലോട്ടും, ഇനി പച്ചയാണെങ്കിൽ അവിടെ കറക്റ്റായും, ഓറഞ്ച് ചുവപ്പൊക്കെ ആണെങ്കിൽ അധിക ഭാരമായിട്ടോ അമിതവണ്ണമായിട്ടോ ഒക്കെ കണക്കാക്കാം. അപ്പോൾ ഈ ഒരു ഇത് നമ്മൾ കറക്റ്റ് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ വെയിറ്റ് കൂട്ടാനുള്ളവരാണെങ്കിൽ മീൽസ് റീപ്ലേസ്മെൻറ്റ് ഒരു വെയിറ്റ് മാനേജ്മെൻറ്റ് പ്രോട്ടീൻ പൗഡർ ഉണ്ട്. അത് കറക്റ്റ് ഉപയോഗിച്ച് 3 നേരം ഭക്ഷണം കഴിച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വെയിറ്റിലോട്ട് കൂട്ടിയെടുക്കാൻ പറ്റും. ഇനി അതല്ല വെയിറ്റ് കുറയ്ക്കാനുള്ളവരാണെങ്കിൽ നമുക്കിപ്പോൾ എത്ര കിലോ വെയിറ്റാണ് കുറയ്ക്കേണ്ടത് എന്ന് ആദ്യം തന്നെ ഒന്ന് മനസ്സിലാക്കിയെടുക്കുക. അതിൽ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 155 ഹൈറ്റ്, 51 വയസ്സ്, ഇപ്പോൾ 95.85 അവരുടെ ശരീരഭാരം വരുന്നത്. അപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 56 കിലോ വരെ വെയിറ്റ് മതി. അപ്പോൾ ഇവിടെ 95.8 ഉണ്ട്. അപ്പോൾ അവർക്ക് 40 കിലോ വെയിറ്റ് അവിടെ കുറയ്ക്കേണ്ടതുണ്ട്. അങ്ങനെ കുറയ്ക്കുന്ന സമയത്ത് 7700 കലോറി കുറവ് വരുത്തുമ്പോഴാണ് 1 കിലോ വെയിറ്റ് ഒരാൾക്ക് കുറയുക. അങ്ങനെ നോക്കുമ്പോൾ ഒരു ദിവസം ഇപ്പോൾ ഓരോ ദിവസവും നമ്മൾ 500 കലോറി വീതം കുറച്ചാൽ 2 ആഴ്ച കൊണ്ടാണ് 1 കിലോ ഭാരം നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ ഈ കലോറി നമ്മൾ കുറയ്ക്കുക പറഞ്ഞാൽ നമ്മൾ ദൈനംദിനം നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ആ ഒരിത് നമ്മൾ വീണ്ടും നമ്മുടെ ശരീരത്തിൽ നിലവിൽ ഇത്രയും കലോറി കുറയ്ക്കണം. അപ്പം നമ്മൾ വീണ്ടും ഇന്നത്തെ കലോറിയോടെ കൂട്ടാതെ അടിഞ്ഞു കിടക്കുന്ന കൊഴുപ്പിനെ എനർജി ആക്കാനായിട്ടാണ്. അപ്പോൾ അതിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടാബ്ലറ്റ് ഉണ്ട്, ഫാറ്റ് ബർണർ ക്യാപ്സ്യൂള്. ഇത് കഴിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു അടിഞ്ഞു കിടക്കുന്ന കൊഴുപ്പ് അവിടെ എനർജിയായി കിട്ടും. ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഗ്രീൻ ടീ, ഗ്രീൻ കോഫി, കുടംപുളി അങ്ങനത്തെ എസൻസുകൾ മാത്രമേ ഉള്ളൂ. ഓർഗാനിക് ഐറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. പഴങ്ങൾ പച്ചക്കറികളിൽ നിന്ന് വേർതിരിച്ചെടുത്ത ഐറ്റങ്ങളാണ്. പിന്നെ അതേപോലെ 10 മണിക്ക് 4 മണിക്ക് നമ്മൾ ചായ കുടിക്കുന്ന സമയത്ത് അതിന് പകരം ഒരു പ്രീമിക്സ്, ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിലോട്ട് ഇതൊരു സാഷേ പാക്കറ്റ് പൊട്ടിച്ചൊഴിച്ചിട്ട് 2 നേരം അത് ഉപയോഗിക്കുക. അപ്പോഴും ഈ ചായ കുടിക്കുന്നതിന് നമുക്ക് ക്ഷീണം തോന്നുമ്പോൾ, നമ്മൾക്ക് വീണ്ടും ഒരു വിശപ്പ് എന്ന് തോന്നുമ്പോഴാണ് ചായ കുടിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് വീണ്ടും നമ്മൾ ഈ ഒരു സാഷേ പാക്കറ്റ് ഉപയോഗിക്കുമ്പോൾ നിലവിൽ അടിഞ്ഞു കിടക്കുന്ന കൊഴുപ്പ് വീണ്ടും അവിടെ എനർജി ആകുകയാണ്. അപ്പം പുതിയത് നമുക്കൊരു കലോറി നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്നുമില്ല, നിലവിൽ നമുക്ക് പ്രവർത്തിക്കാനുള്ള ഊർജ്ജം അവിടെ കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുക. പിന്നെ കാർബോഹൈഡ്രേറ്റ് നമ്മൾ അരി ഭക്ഷണം കുറയ്ക്കുക. പച്ചക്കറി ഐറ്റങ്ങളൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇറച്ചി, മീൻ, പാല്, മുട്ട എല്ലാതും നമ്മുടെ ഭക്ഷണം ഒന്ന് ക്രമീകരിച്ച് നല്ല രീതിയിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട പ്രോട്ടീൻ്റെ അളവ് അവിടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കാർബോഹൈഡ്രേറ്റ് നമ്മൾ അധികമായിട്ട് ഉപയോഗിക്കില്ല. അപ്പോൾ ആദ്യം നമ്മൾ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളൊന്നും കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഉപയോഗിച്ച് വരുമ്പം ഇപ്പോൾ ഒരു സാധാരണഗതിയിൽ ഇപ്പോൾ പുരുഷന്മാർക്കാണെങ്കിൽ 1600 കലോറി മുതൽ മതി ഒരു ദിവസത്തെ പ്രവർത്തനത്തിന്. ലേഡീസിനാകുമ്പോൾ 1500 കലോറി മിനിമം മതി. അപ്പോൾ ഇത് അവർ ചെയ്യുന്ന ജോലിക്കും ലിംഗഭേദത്തിനും പ്രായത്തിനും ഒക്കെ അനുസരിച്ചിട്ടാണ് ഓരോരുത്തർക്കും എത്ര കലോറി വേണം എന്നുള്ളത് മനസ്സിലാവുക. അപ്പം നമ്മുടെ ബോഡി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ എല്ലാ ഡീറ്റെയിൽസും നമുക്കവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞതിപ്പോൾ വെയിറ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അടുത്ത ഓരോ വീഡിയോകളിലും ഓരോ പോയിന്റുകളെക്കുറിച്ചും മനസ്സിലാക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു അവസരം കറക്റ്റ് വിനിയോഗിക്കുക. ഇപ്പോൾ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ അമിതവണ്ണം കൂടുതലായിട്ട് ഒരുപാട് പ്രശ്നങ്ങളാണ്. അപ്പം നമുക്ക് കൺട്രോൾ ചെയ്ത് കറക്റ്റാക്കി വന്ന് നമ്മുടെ ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ട് വരുമാനത്തിലാകാനായിട്ട് എല്ലാവർക്കും സാധിക്കും. സോ എല്ലാവരും ഈ അവസരം ഉപയോഗിക്കൂ. ഓക്കെ, താങ്ക് യു.